എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇത് കണ്ടില്ലേ, മുരിങ്ങയിലയും ചക്കക്കുരുവും തോരനാണ് ഇത്. ഞാൻ ഇന്നത്തെ തോരൻ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കർക്കിടക മാസം ആയതുകൊണ്ട് നമുക്ക് ഈ മുരിങ്ങയിലയൊന്നും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. കാരണം കട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഈ മാസങ്ങളിലൊക്കെ. അപ്പം ഇത് ഞാൻ മിക്കപ്പോഴും എന്നാലും ഇതുപോലെ മുരിങ്ങയില തോരൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ ചക്കക്കുരു നമുക്കിപ്പം ലഭ്യമാകുന്ന സമയമാണ്. ചക്കക്കുരു കഴിയുമ്പോൾ നമുക്കിതൊന്നും തയ്യാറാക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം പാചകം പഠിക്കുന്നവർക്കും അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിഭവം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് മുരിങ്ങയിലയും ചക്കക്കുരുവുമാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു തോരനാണിത്. അപ്പോൾ നമുക്ക് കറികളൊന്നും വെക്കാനില്ലാത്ത സമയത്ത് നമുക്കിതൊരു കറിയായിട്ട് ചക്കക്കുരു ഉള്ളതുകൊണ്ട് നമുക്ക് മുരിങ്ങയിലയും കൂടെ ചേർത്ത് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കത്തക്ക രീതിയിൽ തയ്യാറാക്കാം. അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇത്. അപ്പം ഇത് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്ന മുരിങ്ങയിലയാണിത്. കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൊത്തത്തിലൊന്ന് പിച്ചെടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണക്കായപ്പോൾ അതെല്ലാം ഉണങ്ങിപ്പോയപ്പോൾ ഇഷ്ടംപോലെ പൊട്ടി കിളിച്ച് വന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തോരൻ തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ ഇലയെല്ലാം ഊരിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ മുരിങ്ങയില തോരൻ വെച്ച് കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഗുണങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വളരെയേറെ ഗുണങ്ങളുള്ളതാണല്ലോ മുരിങ്ങയില ഏത് രൂപത്തിൽ നമുക്ക് കഴിക്കാത്ത കുഞ്ഞുങ്ങൾ കഴിക്കാൻ വേണ്ടി ഏത് രൂപത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഞാനിതിപ്പം ഈ മുരിങ്ങയിലയും ചക്കക്കുരുവും കൂടെ തോരൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ തോരൻ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനകത്ത് ചക്കക്കുരു ആവശ്യത്തിനെടുത്ത് വേവിച്ച് കുക്കറിൽ വേവിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന അരപ്പാണ് ചെറിയ ഒരു മുറി തേങ്ങായും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ജീരകവുമാണ് നമ്മൾ തോരന് ചേർക്കാറ്. എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ 2 എരിവുള്ള പച്ചമുളക്, ഒരു ചെറിയ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട്, നല്ല ജീരകം. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പിന് വേണ്ടുന്ന മുരിങ്ങയിലയ്ക്കും വേണ്ടുന്ന ഉപ്പാണ്. ഞാൻ ഈ അരപ്പിൻ്റെ കൂട്ടങ്ങ് അരയ്ക്കും. കാരണം എല്ലായിടവും കിട്ടാൻ വേണ്ടി. അല്ല നമ്മൾ ഈ മുരിങ്ങയിലക്കകത്ത് നേരിട്ട് ഇട്ടാൽ എല്ലായിടവും ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണല്ലോ. അത് നമ്മുടെ ഇലയ്ക്ക് ഇത്രയും ഉപ്പ് മതി. ഇലയ്ക്കൊക്കെ ഉപ്പ് കൂടുതലായാൽ അത് ടേസ്റ്റും കാണത്തില്ല, കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമുക്ക് തോരൻ റെഡിയാക്കാം. നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മതി. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഇട്ടിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുവാണ്. 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കും. തൊണ്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മുരിങ്ങയില അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. ഗ്യാസ് സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കാൻ. മുരിങ്ങയില മൊത്തം ഇട്ട് കൊടുക്കുക. നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കും. എന്നിട്ട് ഇതിലേക്ക് ആ സമയത്ത് തന്നെ നമ്മൾ അരപ്പ് അങ്ങിട്ട് കൊടുക്കും. അരപ്പ് കൂട്ടി ഇളക്കണം. ഇതേപോലെ ഒരു ചെറിയ സ്പൂണുണ്ട്. നമ്മൾ കൂട്ടി ഇളക്കുവാണ്. ചിക്കി തോർത്തണ്ട. ഇങ്ങനെ കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് സിമ്മിലിട്ട് ഒരു മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി നോക്കുകയും വേണം. ഞാൻ കറിവേപ്പില ഇട്ടില്ല, ഇടാഞ്ഞത് കാരണം ഇലയല്ല ഇത്. പിന്നെ നമ്മൾ ഇലയുടെ കൂടെ കണ്ടില്ലെങ്കിൽ അതങ്ങ് ചവച്ചരയ്ക്കാതെ ഇറങ്ങിപ്പോയാൽ അതും വിഷയമാണ്. അപ്പം നമുക്കിതൊരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തുറന്ന് നോക്കാം.
ആവിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. നമ്മൾ മുരിങ്ങയില വെന്തില്ലെങ്കിൽ വയറിന് പിടിക്കത്തുമില്ല കേട്ടോ, വയറിളകുകയും ചെയ്യും. അപ്പോൾ ഈ മുരിങ്ങയില പച്ചപ്പ് മാറാതെ തന്നെ ഇരിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മുരിങ്ങയിലൊക്കെ തോരൻ വെക്കുമ്പോഴേ അതങ്ങ് വാടി അവിഞ്ഞ പോലെ അത് നമുക്കൊരു ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊന്നും മാറിയിട്ടില്ല. നമുക്കിതിലേക്ക് ഇനിയും ചക്കക്കുരു ഇടും. ചക്കക്കുരു ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റായത് കേട്ടോ. ചക്കക്കുരു കഴിക്കാത്ത കുഞ്ഞുങ്ങളും മുരിങ്ങയില കഴിക്കാത്ത കുഞ്ഞുങ്ങളും ഇതേ രീതിയിലൊന്ന് കോമ്പിനേഷനായിട്ട് ചെയ്ത് കൊടുത്താൽ അവരിതിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് അതിലങ്ങനെ കഴിക്കും. നമ്മൾ ഇതിങ്ങനെ ചിക്കി ചെറിയൊരു സ്പൂണോട് ഇളക്കിയില്ലെങ്കിൽ ഈ മുരിങ്ങയില ഒരിടത്ത് തന്നെ അങ്ങ് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇതും ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് തമ്മിലൊന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരും മുരിങ്ങയിലയും ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ചക്കക്കുരു നമ്മൾ ഉപ്പിട്ട് വേവിക്കും. പിന്നെ മുരിങ്ങയിലേക്ക് ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയാൽ കഴിക്കാനുള്ള സാധ്യത. ഉപ്പ് കഴിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒന്നാമത് ഈ കാലാവസ്ഥയൊക്കെ മോശമായതുകൊണ്ട് എല്ലാവർക്കും പനിയാണ്. നമ്മൾ ഈ എരിവൊക്കെ മൂക്കിൽ മണമൊക്കെ അടിക്കുമ്പം ചുമ വരും. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ചുമ വരുന്നത്. ക്ഷമിക്കണേ, എല്ലാവരും ക്ഷമിക്കണേ. അപ്പം നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾ അവർ ഇഷ്ടപ്പെട്ടങ്ങ് കഴിച്ചോളും, ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളും. ഒരു മുട്ടത്തോരൻ്റെ ഫീലായിരിക്കും കുഞ്ഞുങ്ങൾക്കിത് കാണുമ്പോഴേ. മുട്ട തോരൻ വെച്ച പോലെ അവർക്കത് ഫീൽ ചെയ്യും. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് കഴിച്ചാൽ സൗന്ദര്യം വെക്കും, തൊലിയൊക്കെ നല്ല, സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആകും, മുഖമൊക്കെ നല്ല ബബ്ലി ആയിട്ടൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഇത് മുട്ടയാണെന്നും പറഞ്ഞ് അവർക്ക് കഴിക്കാൻ കുഞ്ഞുങ്ങളിത് കഴിക്കും. അപ്പോൾ നമുക്കിത് നമ്മുടെ തോരനിവിടെ റെഡിയായിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ തയ്യാറാക്കിയ ഈ ചക്കക്കുരു മുരിങ്ങയില തോരന്. അപ്പം ഇത് എല്ലാവരും തയ്യാറാക്കുന്നതാണ്, എങ്കിലും ഞാനുണ്ടാക്കുന്ന രീതിയിൽ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സഹായിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.